ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാണ്. The Constitution describes various fundamental duties of citizen in. The Constitution describes various fundamental duties of citizen in. ഏത് ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഏത് പാർട്ടും ആർട്ടിക്കിളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏത് പാർട്ടിലാണ് the Constitution describes the various fundamental duties ഏതിലാണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതിലാണ്? പാർട്ട് 4A, പാർട്ട് 3C, പാർട്ട് 5A, പാർട്ട് 4B എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് വരുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് പാർട്ട് 4A ആണ്. പാർട്ട് 4A, ആർട്ടിക്കിൾ 51A. Number of directive principles of state policy that are granted in Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള എത്ര ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വെച്ചാൽ DPSP ഉണ്ട്. എത്ര എണ്ണമാണ്? 21, 20, 24, 31. ഇതിൽ ഏതാണ് വരുന്നത് കറക്റ്റ് ആൻസർ? The number of directive principles of state policy that are granted in Indian Constitution, it is 20. എത്ര നമ്പർ ആണ്? 20 എണ്ണമാണ്. The person who wrote the first biography of ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതിയത് ആരാണ്? ഡോക്ടർ പൽപു, മൂർക്കോത്ത് രാമുണ്ണി, മൂർക്കോത്ത് കുമാരൻ, മിതവാദി കൃഷ്ണൻ. ഇതിൽ ആദ്യമായിട്ട് ആരാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം രചിച്ചത്? ഇതില് മൂർക്കോത്ത് കുമാരനാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി, മൂർക്കോത്ത് കുമാരൻ. അടുത്തത് the work poses a social criticism against the rotten customs among the Namboodiris and Nayars and discuss the necessity of acquiring English education in the changing social relations. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പൂതിരി സമുദായം അതുപോലെ തന്നെ നായർ സമുദായത്തിൽ ഉണ്ടായിരുന്ന ചില അനാചാരങ്ങൾ, ആ അനാചാരങ്ങൾക്ക് എതിരെയുള്ള വിമർശനമായിട്ടും സാമൂഹിക വിമർശനമായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും ഒക്കെ പറഞ്ഞത് ഏത് കൃതിയായിരുന്നു? ധർമ്മരാജ, പ്രേമാമൃതം, മയൂരസിംഹാസനം, ദെൻ ഇന്ദുലേഖ. ഇതിൽ ഏതായിരുന്നു? നമ്പൂതിരീസ് ആൻഡ് നായേഴ്സിന്റെയൊക്കെ അനാചാരങ്ങൾ പറഞ്ഞതും ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം പറഞ്ഞതും ഒക്കെ ഇന്ദുലേഖയിലായിരുന്നു. ഇന്ദുലേഖ എഴുതിയത് ആരാണ്? ഇന്ദുലേഖ എഴുതിയത് O. ചന്തുമേനോനാണ്. O. ചന്തുമേനോൻ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മറ്റൊരു കൃതി കൂടി ഉണ്ട്. അത് കംപ്ലീറ്റ് അത് പാർഷ്യലി ആയിട്ടുള്ളൂ, കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന്റെ പേരാണ് ശാരദ. The leader started fast unto death at Guruvayur temple from 21st September 1932 to open the gates of the temple to all Hindus. ഗുരുവായൂർ അമ്പലനടയില് 21 സെപ്റ്റംബർ 1932 മുതൽ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ചെയ്യും എന്ന് പറഞ്ഞ് നിരാഹാര സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത ലീഡർ ആരാണ്? അദ്ദേഹം അത് ചെയ്തത് എന്തിനായിരുന്നു? ഗുരുവായൂർ അമ്പലം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അതാരായിരുന്നു? മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ, P കൃഷ്ണപിള്ള, K കേളപ്പൻ. ആരായിരുന്നു? ഇതിന്റെ ആൻസർ K കേളപ്പനാണ്. ഓപ്ഷൻ ഡി, K കേളപ്പനാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. The owner of the 60% of the total cultivable land at Pookotur in the Eranad Taluk in 1921 was. അപ്പോ ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് 1921 കാര്യമാണ് പറയുന്നത്. 1921 ഏറനാട് താലൂക്കില് പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന മൊത്തം കൃഷിയോഗ്യമായ സ്ഥലങ്ങളില് അതിന്റെ 60% ആരുടെ ഉടമസ്ഥതയിലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ്, അലി മുസ്ലിയാർ, ദ നിലമ്പൂർ രാജ, വൈരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആരുടേതായിരുന്നു? ഇതിന്റെ ആൻസർ നിലമ്പൂർ രാജയാണ്. ദ നിലമ്പൂർ രാജയുടേതായിരുന്നു. 60% ഉള്ള ആ ടോട്ടൽ കൃഷിഭൂമിയുടെ 60% അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. The person who founded a press at Anjutenga in 1904 and published the Swadeshabhimani newspaper.
ആരാണ് അഞ്ചുതെങ്ങിൽ 1904 ഒരു പ്രസ് സ്ഥാപിക്കുകയും പിന്നീട് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തത്? അപ്പോൾ ഇതില് ഈ രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? 1904 അഞ്ചുതെങ്ങിൽ ഒരു പ്രസ് ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തെന്നുമുണ്ട്. അപ്പോൾ സ്വദേശാഭിമാനി പബ്ലിഷ് ചെയ്ത് ആരാണെന്ന് തന്നെ ചോദിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കുക. There is a press at Anjuteng in 1904 by this person and he published the Swadeshabhimani newspaper. ആരാണ്? രാമകൃഷ്ണ പിള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പുലയൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദ. ഇതിൽ ആരാണ്? The person who founded a press at Anjuteng and published the Swadeshabhimani newspaper. It is വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ മാൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഓക്കെ, വാസ് ദ മെസ്സേജ് ഓഫ് ശ്രീനാരായണ ഗുരു. ഹി ഇനീഷ്യേറ്റഡ് എ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ത്രൂ ദ. ഓക്കെ, അപ്പൊ ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മെസ്സേജ് ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. നമുക്കറിയാം. അപ്പോൾ അത് ഏത് സോഷ്യൽ റിഫോം മൂവ്മെന്റിലാണ് അത് പറഞ്ഞത്? അരുവിപ്പുറം ഇൻസ്റ്റാളേഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അദ്വൈത ആശ്രമം, സാധുജന പരിപാലന സംഘം, ചെമ്പഴന്തി ഇൻസ്റ്റാളേഷൻ. ഏതായിരുന്നു? അരുവിപ്പുറം ഇൻസ്റ്റാളേഷൻ. ഏതായിരുന്നു? അരുവിപ്പുറം ഇൻസ്റ്റാളേഷൻ. ദ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എന്നാണ്. The Public Service Broadcasting Day is observed every year on. The Public Service Broadcasting Day is observed every year on November 12, October 12, September 12, December 12 എന്ന് തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എന്നാണ് ആചരിക്കുന്നത് എല്ലാ വർഷവും? അത് നവംബർ 12 എന്നാണ്. നവംബർ 12 ആചരിക്കുന്നത്. ഇനി എന്താണ് ഈ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഓക്കെ, ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ ഗാന്ധിജി ആദ്യമായിട്ടും അവസാനമായിട്ടും സന്ദർശിച്ചത് 1947 1947 എന്നായിരുന്നു, നവംബർ 12. ആ ഒരു ഡേ കമ്മറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ എല്ലാ വർഷവും ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പെഡോജനസിസ് ഡീൽസ് വിത്ത് the formation of forest, the formation of soil, the formation of river, the formation of cloud. ഇതിൽ ഏതാണ് പെഡോജനസിസ് ഡീൽ ചെയ്യുന്നത്? പെഡോജനസിസ് എന്ന് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് സോയിൽ ആണ്. ഓപ്ഷൻ ബി, ദ ഫോർമേഷൻ ഓഫ് സോയിൽ ആണ് പെഡോജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, കൂടാതെ ദ സ്റ്റഡി ഓഫ് സോയിലിന് ഒരു പേരുണ്ട്, സ്റ്റഡി ഓഫ് സോയിലിന് എന്താണ് പറയുന്നത്? പെഡോജനസിസ് എന്ന് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് സോയിൽ ആണ്. അതുപോലെ സ്റ്റഡി ഓഫ് സോയിൽ ഉണ്ട്. സ്റ്റഡി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സോയിൽ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പെഡോളജി. സ്റ്റഡി ഓഫ് സോയിൽ എന്താണ്? പെഡോളജി. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, NRLM, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അതായത് NRLM, അതായത് ആജീവിക. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്നതാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ അല്ലെങ്കിൽ NRLM എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ആജീവിക. അത് എന്നാണ് ലോഞ്ച് ചെയ്തത്? സെപ്റ്റംബർ 2010, ജൂൺ 2010, ജൂൺ 2011, ഓഗസ്റ്റ് 2011 എന്നായിരുന്നു. ഇതെന്നായിരുന്നു? 2011 2011 തന്നെ ജൂൺ 2011 NRLM ലോഞ്ച് ചെയ്തത്. ഓക്കെ, The National Food Security Bill passed by Lok Sabha on 20th August 2013 as നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ല്
നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? അങ്ങനെ ഒരു ചോദ്യം കൂടി ഇതിൽ നിന്ന് കിട്ടി. അതെന്നാണ്? 20th August 2013, 2013 ഓഗസ്റ്റ് 20 ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബില്ല് പാസ്സാക്കിയത് ലോക്സഭ. ഇനി അത് ഏത് നമ്പർ ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിൽ നമ്പർ 209 of 2013, ബിൽ നമ്പർ 99C, ബിൽ നമ്പർ 109C, ബിൽ നമ്പർ 199. ഇതിൽ ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബിൽ നമ്പർ 109C ആണ്. 2013 ബില്ലായിരുന്നു. The person known as the father of the library movement in the Indian state of Kerala. ലൈബ്രറി മൂവ്മെന്റിന്റെ പിതാവ്, ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ്, അല്ലെങ്കിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീ ഹാൻസ്റ്റോൻസ് ആൻഡ് ഡോക്ടർ KC ചാക്കോ, PN പണിക്കർ, ദെൻ രാമൻ നായർ ആരാണ്? PN പണിക്കരാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി PN പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയത് എന്നാണ്? ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് 1983, 85, 88, 86 ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? 86ലാണ്. 1986ലാണ് ദ ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയത്. എ മലയാളം പോയറ്റ് who received the third highest civilian award in the Republic of India, Padma Bhushan, in 1954. അപ്പോൾ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയ പത്മഭൂഷൺ 1954 ലഭിച്ച മലയാളം പോയറ്റ് ആരാണ്? മലയാള കവി ആരാന്നാണ് ചോദ്യം. ഇനി ഇതിലൊരു കാര്യം നോക്കുക, തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ് എന്ത്? പത്മഭൂഷൺ. ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് ഭാരതരത്നയാണ്. അത് കഴിഞ്ഞ് പത്മവിഭൂഷൺ ഉണ്ട്, പിന്നെ പത്മഭൂഷൺ, അതിന് താഴേക്ക് വരുന്നത് ഏതാണ്? പത്മശ്രീ. ഓക്കെ, അപ്പൊ 1954 പത്മഭൂഷൺ ലഭിച്ചത് ഏത് മലയാളി കവിക്കാണ്? ആർക്കാണ്? കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വര അയ്യർ, G ശങ്കരക്കുറുപ്പ്. ആർക്കാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. When the Mappilas attacked British government with the inspiration of Alavi Maula Davila, who provided military practice with a gun and sophisticated weapons, ensuring a new generation capable of war. Alavi Maula Davila, that he is popularly known as. അപ്പോൾ മാപ്പിളാസ് ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്തപ്പോൾ അലാവി മൗലധാവിലെയാണ് മിലിറ്ററി പ്രാക്ടീസ്, ഗണ്ണ് വെച്ചിട്ടുള്ള മിലിറ്ററി പ്രാക്ടീസും അതുപോലെ തന്നെ നല്ല ആയുധങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ യുദ്ധസന്നദ്ധരാക്കിയത്. അപ്പോൾ അലവി മൗലധാവില പോപ്പുലർലി അറിയപ്പെടുന്ന എന്തെന്നാണ്? മാമ്പുറം തങ്ങൾ, മാഖി തങ്ങൾ, മത്തി തങ്ങൾ എന്നാണ്. മത്തി തങ്ങൾ, അബ്ദുൽ ഖാദർ മൗലവി, അലി മുസ്ലിയാർ. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാമ്പുറം തങ്ങൾ. ഏതാണ്? മാമ്പുറം തങ്ങൾ. അടുത്തതാണ് KIIFB. KIIFB stands for Kerala Industrial Investment Fund Board, Kerala Institute of Investment Financial Banking, Kerala Infrastructure Investment Fund Board, Kerala Infrastructure Investment Financial Banking. KIFB ഇതിൽ ഏതാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ചട്ടമ്പി സ്വാമികൾ ഈസ് വെൽ റിമെമ്പേർഡ് ആസ് ഹൂ ഇനീഷ്യേറ്റഡ് ദ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് എമംഗ്. ആരുടെ ഇടയിലാണ് അദ്ദേഹം സോഷ്യൽ റിഫോം മൂവ്മെന്റ് നടത്തിയത്? ചട്ടമ്പി സ്വാമികൾ. ബ്രാഹ്മിൻസ്, ഈഴവാസ്, ദളിത്സ്, നായേഴ്സ്. ആരാണ്? നായർ സമുദായത്തിലാണ് അദ്ദേഹം റിഫോം നടത്തിയത്. The world's biggest health mission by the government of India, which was inaugurated at Ranchi, Jharkhand. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വെച്ച് ഇനാഗുറേറ്റ് ചെയ്ത വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹെൽത്ത് മിഷൻ, ബിഗസ്റ്റ് ഹെൽത്ത് മിഷൻ ഏതാണ്? ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ,
പ്രധാൻ മന്ത്രി സ്വസ്തി സുരക്ഷാ യോജന, ജനനി സുരക്ഷാ യോജന. ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജന ആരോഗ്യ യോജന. അടുത്തതാണ് തൃശൂർ പൂരം. തൃശൂർ പൂരം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ആരാണ് തൃശൂർ പൂരം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ശക്തൻ തമ്പുരാൻ, പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ, പാലിയത്തച്ചൻ. ആരാണ്? തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. അദ്ദേഹമാണ് തൃശൂർ പൂരം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇതുപോലെ ബാക്കി റീസെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഓൾറെഡി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക.